പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മീനുവിന്റെ ഹോട്ടലിൽ അപ്രതീക്ഷിതമായ ആക്രമണം ഉണ്ടാകുന്നത് മീനുവിനെ ഞെട്ടിക്കുന്നുവെങ്കിലും സ്ഥലത്തെ SI മുന്നിലേക്ക് കടന്നു വന്നത് പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാക്കുകയാണ്. മാത്രവുമല്ല, ഇതേ തുടർന്ന് മീനുവിന് ഒരു വലിയ സഹായമായി അവർ മാറുകയാണ്. അപ്രതീക്ഷിതമായുള്ള ഈ വഴിത്തിരിവുകൾ സുഹാസിനിയുടെ പ്രവൃത്തികൾക്ക് തിരിച്ചടി ആവുകയും ചെയ്യുന്നു. ഇതേസമയം മീനുവാകട്ടെ ഇനി തോറ്റുകൊടുക്കുകയില്ല എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയും ചെയ്യുന്നു. പുതിയൊരു കടയുടെ കാര്യവും ഇതേ തുടർന്ന് മീനു ആലോചിക്കുകയാണ്. എന്നാൽ ഇതേ സമയം ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി ശിവരഞ്ജിനി തിരികെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതോടെ ഇനി കുറച്ചുനാൾ പൂർണ്ണ ബെഡ് റെസ്റ്റ് ആണ് വേണ്ടത് എന്നുള്ള കാര്യം സുഹാസിനി ശിവരഞ്ജിനിയോട് പറയുകയും അതേസമയം ഓഫീസിലെ കാര്യമെല്ലാം ഞങ്ങൾ കൃത്യമായി നോക്കിക്കൊള്ളാമെന്നും ശിവരഞ്ജിനി ആ കാര്യം ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യം ഇല്ല എന്ന് പറയുകയും ചെയ്യുന്നു. യാതൊരു വിധത്തിലും ഇനി സ്ട്രെസ് എടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഏറ്റ അപകടത്തിൽ നിന്ന് മുഴുവനായി റിക്കവറി വന്നതിന് ശേഷമേ ഓഫീസിലേക്ക് വരാൻ പാടുകയുള്ളൂ. ഇത് കേൾക്കുന്ന ശിവരഞ്ജിനി, എടി എനിക്കതിനുള്ള ക്ഷീണവും വേദനയും ഒന്നും തന്നെയില്ല. ഒരു ചെറിയ അപകടം, അത്രയേ ഉള്ളൂ. അതിപ്പോൾ പൂർണ്ണമായി മാറിക്കഴിഞ്ഞു. മാത്രവുമല്ല, എനിക്കിപ്പോൾ വളരെയധികം സന്തോഷവുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി കാര്യങ്ങൾ വളരെ സ്മൂത്തായി ഡീൽ ചെയ്യാൻ സാധിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇത് കേൾക്കുന്ന സുഹാസിനിയാകെ ഒന്ന് ഞെട്ടിപ്പോവുകയാണ്. കാരണം കമ്പനിയിൽ നിന്ന് ശിവരഞ്ജിനിയെ തൽക്കാലത്തേക്ക് മാറ്റി നിർത്തിയാൽ മാത്രമാണ് ഞാൻ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. അതിനുവേണ്ടി ഇനി എന്ത് ചെയ്യും എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ്. ഒടുവിൽ തൽക്കാലത്തേക്ക് ശിവ റെസ്റ്റ് എടുക്കൂ, ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കാം എന്ന് പറഞ്ഞു പോകാൻ ഒരുങ്ങുമ്പോഴാണ് സുഹാസിനി, എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. ഇത് കേൾക്കുന്ന സുഹാസിനി, എന്താണ് ശിവ, എന്തെങ്കിലും വേണോ, കഴിക്കാനോ മറ്റോ? അല്ല, എനിക്ക് മീനുവിനെ ഒന്നുകൂടി കാണണം എന്നുള്ള ആഗ്രഹമുണ്ട്. ഇത് കേൾക്കുന്ന സുഹാസിനി, അതിൻ്റെ ആവശ്യം എന്താണ്? ആ പെൺകുട്ടിയെ എന്തിനാണ് ഇടയ്ക്കിടെ ശിവ ഇവിടേക്ക് വിളിക്കുന്നത്? അവളോട് നമ്മൾ പറഞ്ഞ കാര്യം ചെയ്യാൻ അവൾക്ക് താല്പര്യമില്ല എന്ന് അവൾ നമ്മളോട് വ്യക്തമാക്കി തന്നെയാണ് ഇവിടെ നിന്ന് പോയത്. എന്നിട്ട് വീണ്ടും അവളുടെ പിന്നാലെ ഇങ്ങനെ പോകുന്നത് ശരിയാണോ? നമ്മുടെ ഇമേജ് ഇടിയാൻ അത് കാരണമാകില്ലേ? എന്തായാലും ശിവ റെസ്റ്റ് എടുക്കുക, അതിനുശേഷമാകാം മറ്റ് എന്ത് കാര്യവും. ഇപ്പോൾ റെസ്റ്റാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഞാൻ എന്തായാലും മീനുവിൻ്റെ അടുത്തേക്ക് ഒന്ന് പോകുന്നുണ്ട്. ഓക്കെ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവുകയാണ് സുഹാസിനി. ഇതോടെ ശിവരഞ്ജിനി തൽക്കാലത്തേക്ക് റെസ്റ്റ് എടുക്കാം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് അവിടെ കിടക്കുകയും ചെയ്യുന്നു. പക്ഷെ ഇതേ തുടർന്നാണ് പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് മീനു പോകുന്നത്. ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നും പുതിയ നീക്കങ്ങൾ എന്താണ് എന്നും മീനു നമ്മുടെ നാരായണനെ ചെന്ന് കണ്ട് ആലോചിക്കുകയാണ്. ഇതിനിടയിലാണ് മീനുവിനെ സഹായിക്കുന്നതിനായി അന്നെത്തിയ അതിഥി കടന്നു വരുന്നത്. അവർ എന്നോട് കുറച്ച് കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു. പുതിയ ബിസിനസിൻ്റെയും അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങളും. ഇത് കേൾക്കുന്ന നാരായണൻ, ആഹാ, അത് നല്ല കാര്യമാണല്ലോ. അവർക്ക് അധികാരവും അതുപോലെ തന്നെ പവറും ഉള്ളതാണ്. അവരുടെ കൂടെ നിൽക്കുന്നത് എന്തുകൊണ്ടും നമുക്ക് നല്ലത് തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, അത് ശരി തന്നെയാണ്. പക്ഷേ കാര്യങ്ങൾ നമ്മൾ വളരെ സൂക്ഷിച്ചു വേണം കൈകാര്യം ചെയ്യാൻ. എടുത്തുചാടി എന്തെങ്കിലും ചെയ്യുകയാണ് എങ്കിൽ അത് പിന്നീട്
നമുക്ക് തന്നെ തിരിച്ചടിയാകാൻ സാധ്യതയുണ്ട്. ഓ, അത് ശരിയാണല്ലോ. എന്തായാലും മീനു എന്ത് തീരുമാനിക്കുന്നോ അതിൻ്റെ കൂടെ ഞാനുണ്ടാകും. അതാണ് നാരായണന്റെ തീരുമാനം. അല്ല, ശിവരഞ്ജിനി മാഡത്തെ കാണുന്നതിന് ഇനിയും പോകുന്നുണ്ടോ? ഏയ്, അത് നടക്കുന്ന കാര്യമല്ല. വീട്ടിൽ അമ്മയ്ക്ക് ഒട്ടും ഇഷ്ടമല്ല. എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത് എന്ന് അറിയാമോ? എന്തായാലും തൽക്കാലത്തേക്ക് കാര്യങ്ങൾ ഇങ്ങനെ പോകട്ടെ. ശിവരഞ്ജിനി മാഡം ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി എന്നുള്ള കാര്യം ഞാൻ കേട്ടു. അതാണ് ഞാൻ ചോദിച്ചത് എന്ന് പറയുന്ന നാരായണനോട്, ഓ, അങ്ങനെയാണോ? ആ, വീട്ടിൽ പോയി ഒരു തവണ പോയി കാണണം. മാത്രവുമല്ല, ഇപ്പോഴത്തെ സുഖവിവരങ്ങൾ ഒന്ന് ഒന്ന് ചോദിച്ചു വരണം എന്നുണ്ട്. പക്ഷേ കാര്യങ്ങൾ ഇപ്പോൾ എനിക്ക് എതിരാണ്. അതുകൊണ്ട് തന്നെ എടുത്തുചാടി എന്തെങ്കിലും ചെയ്യുകയാണ് എങ്കിൽ അത് പിന്നീട് വലിയൊരു തിരിച്ചടിയിലേ അവസാനിക്കൂ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ എല്ലാം ഇങ്ങനെ വിട്ടുകളയുന്നത്. പക്ഷേ ഇതിനിടയിലാണ് ശിവരഞ്ജിനി അപ്രതീക്ഷിതമായി മീനുവിന് നേരെ ആക്രമണം ഉണ്ടായി എന്നുള്ള കാര്യം അറിയാനിടയാകുന്നത്. ഇതോടെ ആകെ ഞെട്ടിപ്പോകുന്നു. ആരാണ് ഈ ആക്രമണത്തിന് പിന്നിൽ കളിച്ചത് എന്നുള്ള കാര്യം അറിയണം എന്നുള്ള തീരുമാനം ശിവരഞ്ജിനി ഇതേ തുടർന്ന് എടുക്കുകയും ചെയ്യുന്നു. ഇതോടെ കാര്യങ്ങൾ പുതിയൊരു വഴിത്തിരിവിലേക്കാണ് പോകുന്നത്. ശിവരഞ്ജിനി അന്വേഷണവുമായി മുന്നിലേക്ക് പോകുന്നുണ്ട് എന്നുള്ള കാര്യം ഇതേ തുടർന്ന് അറിയാൻ ഇടയാവുകയാണ് സുഹാസിനി. ഇതോടെ കാര്യങ്ങൾ കൈവിട്ടു പോകുമോ എന്ന് സുഹാസിനി ഭയപ്പെടുന്നു. ശിവ വിചാരിച്ചാൽ നിഷ്പ്രയാസം കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. അതോടെ നമ്മൾ കുടുങ്ങുക തന്നെ ചെയ്യും എന്ന് സുഹാസിനി പറയുകയാണ് തൻ്റെ സഹായിയോട്. മാത്രവുമല്ല, നമ്മളിപ്പോൾ കാര്യങ്ങൾ വളരെ സൂക്ഷിച്ചു ചെയ്യേണ്ട സമയമാണ് എന്നും ഒരിക്കലും പിടികൊടുക്കരുത് എന്നുള്ള നിർദ്ദേശവും നൽകിക്കൊണ്ട് സുഹാസിനി അവിടെ നിന്ന് പോയിരിക്കുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.